മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് പേരും പ്രസിദ്ധിയും പത്രമാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്ന വ്യക്തിയുമെല്ലാമായി മാറണമെങ്കിൽ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യണം. ലോക നന്മയ്ക്കുതകുന്ന വിധത്തിൽ പ്രവർത്തിക്കണം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും മാർഗത്തിലൂടെ പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി മാറാം. സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി മാറാൻ നന്മകൾ ധാരാളം ചെയ്യണം. ഇന്ന് നിരന്തരം എന്തെങ്കിലും വിധത്തിലുള്ള ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കമന്റുകൾ പറഞ്ഞ് അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥത്തിലൂടെ ഏതെങ്കിലും വാക്കുകളോ പ്രയോഗങ്ങളോ പറഞ്ഞ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ നിറയാൻ സാധിക്കും. ഫേമസ് ആണോ നൊട്ടോറിയസ് ആണോ എന്നുള്ളത് മാറ്റി നിർത്തിയാലും സരിതയും ലക്ഷ്മി നായരും അതുപോലെയുള്ള വ്യക്തികളുടെയൊക്കെ പേരുകൾ നിറഞ്ഞിരിക്കുന്നു. പല മന്ത്രിമാരുടെയും പേരുകൾ നിറഞ്ഞിരിക്കുന്നു. പല രീതിയിൽ സാഹിത്യകാരന്മാരുടെ പേരുകൾ നിറഞ്ഞിരിക്കുന്നു. ഇത് പലപ്പോഴും അവരുടെ കഴിവ് കൊണ്ടോ മഹത്വം കൊണ്ടോ ആവണമെന്ന് നിർബന്ധമില്ല. പലതും അല്ലതാനും. ഇന്ന് പത്രമാധ്യമങ്ങളിൽ പേര് വരാൻ സ്വന്തം അമ്മയെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെയും പത്രസ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ അവനവന്റെ അമ്മയെ വേശ്യ എന്ന് വിളിക്കുകയോ അച്ഛനെ പിമ്പെന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ രാമായണത്തെ അധിക്ഷേപിച്ചുകൊണ്ട് മഹാഭാരതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഹിന്ദുധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ ആചാരങ്ങളെയും വിചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഭാരതത്തിൻ്റെതാണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുകയോ പ്രതികരിക്കുകയോ പ്രവർത്തിക്കുകയോ സമരം നയിക്കുകയോ ഒക്കെ ചെയ്താലും ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കും. പിന്നെ കുറേ അനുയായികള് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലും സഹിഷ്ണുതയുണ്ടാവണം മറ്റുള്ളവർക്ക്, ഞങ്ങൾക്കത് വേണ്ട, അല്ലെങ്കിൽ അസഹിഷ്ണുതയുടെ പേരിലും അവാർഡ് തിരിച്ചു കൊടുക്കുന്ന പേരിലും അങ്ങനെയും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ എത്രത്തോളം വിമർശിക്കാൻ സാധിക്കുമോ അത് വിമർശിക്കുക. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിന് വിമർശിക്കുക. അതിൻ്റെ പേരിൽ കുറേ സംഭാവന പിരിച്ചിട്ട് കുറച്ച് സമരം ചെയ്യുക. എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് മാധ്യമങ്ങളിൽ കൊണ്ടുകൊടുക്കുക. ഇങ്ങനെയും നമുക്ക് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കും. പക്ഷെ ആൾക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണമെന്ന് നിർബന്ധമില്ല. കാരണം കേരളത്തിലെ ജനത, ഭാരതത്തിലെ ജനത കുറേ കൂടി വിവേകികളായി തുടങ്ങി എന്ന് തോന്നുന്നു. ഒരു പുതിയ അവതാരമാണ് കന്നയ്യകുമാർ. ഈ രാഷ്ട്രത്തിനും ഇതിൻ്റെ സംസ്കാരത്തിനും എതിരെ അതിക്രൂരമായ രീതിയിൽ പ്രസംഗിച്ചതുകൊണ്ടാണ് അയാൾ അറിയപ്പെടുന്ന വ്യക്തിയായത്. ഏതോ ഒരു വികാരത്തിൻ്റെ പുറത്ത് ആത്മഹത്യ ചെയ്തതാണ് വിമൂല അറിയപ്പെടുന്ന വ്യക്തിയായത്. JNU എന്ന് പറയുന്നത് തന്നെ ഇന്ന് രാഷ്ട്രത്തിൻ്റെ നന്മകളെ എതിർക്കുന്ന ഒരു വിഭാഗം ബുദ്ധിജീവികളുടെ കടന്നൽ കൂടായി മാറിയിരിക്കുകയാണ്. അടുത്ത കാലത്ത്
നിവേദിത മേനോൻ എന്ന കേരളത്തിൻ്റെ തന്നെ സന്തതി ജോധ്പൂരില് വേദവ്യാസ യൂണിവേഴ്സിറ്റിയിൽ, ആ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഒരു വാക്ക് കൂടിയുണ്ട്, അവിടെ ഇംഗ്ലീഷ് ഭാഷയിൽ നടക്കുന്ന ഇംഗ്ലീഷ് സെമിനാറിൽ ഇംഗ്ലീഷ് വിഷയം സബ്ജക്റ്റിനെ കുറിച്ച് അഥവാ ഭാഷയെക്കുറിച്ചുള്ള സെമിനാറിൽ JNUവിലെ കേരള സന്തതി നിവേദിത മേനോൻ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമേ അല്ല, കാശ്മീരിൽ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ജീവൻ ചിതിക്കുന്ന പട്ടാളക്കാര് അവരവരുടെ ശമ്പളത്തിനും കൂലിക്കും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം നടത്തി. അതെന്തോ മാധ്യമങ്ങളിൽ കൂടുതലായിട്ട് വന്നില്ല, ഇന്നോ നാളെയോ ഒക്കെ വരുമായിരിക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരില് ഞാൻ ആദ്യം പറഞ്ഞ വരി, അമ്മയെ വേശ്യ എന്ന് വിളിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ രാഷ്ട്രത്തിനെതിരെ പറയാനും പ്രവർത്തിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ സംസ്കാരത്തിനും ഈ നാടിൻ്റെ നന്മയ്ക്കും എതിരെ പറയാനും പ്രവർത്തിക്കാനുമാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. പക്ഷെ അതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ബുദ്ധിജീവിയുടെയും അതുപോലെ തന്നെ ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചാനലുകളുണ്ടാവും, കുറേ മാധ്യമങ്ങളുണ്ടാവും. അവർക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. ബഡ്ജറ്റിനെ കുറിച്ച് ഒരു 10 ദിവസമെങ്കിലും ചർച്ചയുണ്ടാവുമെന്ന് വിചാരിച്ചത് ആദ്യത്തെ ദിവസം പോലും ചർച്ചയുണ്ടായില്ല. ഇപ്പൊ 500ഉം 1000ഉം രൂപയുടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരാളും നോക്കാനും പറയാനും പോലും ഉണ്ടാവില്ല, ചിന്തിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? നിവേദിത മേനോന്മാരെ പോലെ കുറെ അവതാരങ്ങള് ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് ബോധ്യപ്പെടുത്താൻ ബുദ്ധിജീവികളും പണ്ഡിതരും ശാസ്ത്രബോധമുള്ളവരും പുരോഗമനവാദികളും യുക്തിവാദികളുമാണ് എന്ന ലേബലിൽ ഇറങ്ങി പുറപ്പെട്ട് അവര് പറയുന്നതെല്ലാം, ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച ആളായാലും ശരി, എൻ്റെ പാർട്ടിയിലും അതുപോലെ തന്നെ എൻ്റെ വീക്ഷണത്തിലും യോജിക്കുന്നവരാ എന്ത് പറഞ്ഞാലും ഞാനും എൻ്റെ കൂടെയുള്ളവരും അവരെ സംരക്ഷിച്ചോളാം. ആ എന്തും പറയുന്നവർക്കെതിരെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അവരെ എഴുന്നേൽക്കാത്ത വിധത്തില് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി ഇവനെ ഞാൻ സംരക്ഷിച്ചോളാം, എൻ്റെ വീക്ഷണത്തെയും എൻ്റെ പ്രസ്ഥാനത്തെയും എൻ്റെ വഴികളെയും എൻ്റെ അധികാര കസേരയിലേക്കുള്ള ലക്ഷ്യത്തെയും അനുകൂലിക്കുന്ന എല്ലാവരുമാണ് ഈ രാഷ്ട്രത്തിലെ പുരോഗമനം ആഗ്രഹിക്കുന്നവരെന്നെല്ലാം പ്രഖ്യാപിക്കാൻ കുറേ വ്യക്തികളുണ്ടാവും. പിന്നെ ഇനി അവാർഡ് തിരിച്ചു കൊടുക്കില്ല, കാരണം തിരിച്ചു കൊടുത്തവർക്ക് ആർക്കും കിട്ടിയില്ല. അത് കൊടുത്തവരുടെ സ്ഥാപനത്തിലെ ഒരു മുറിയിലെ മൂലയ്ക്കൽ ഇട്ടിരിക്കുകയാണ് എന്നറിയാൻ സാധിച്ചു. അപ്പൊ കയ്യിൽ നിന്ന് അവാർഡോട്ട് പോവുകയും ചെയ്തു. ഒരു ദിവസം പത്രത്തിൽ വന്നുള്ളൂ. അത് കുറേ പേര് ചെയ്തപ്പോഴത്തേക്കും ആരും ബോധർ ചെയ്യാത്ത അവസ്ഥയായി. അങ്ങനെയൊക്കെ ഒരു വശത്ത്. പിന്നെ JNUവിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും മുറവിളി കൂട്ടിയവരെ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്നത് പാർട്ടിക്കാർക്ക് കിട്ടിയ LLBയും LLMഉം മുഴുവനും ഫ്രോഡും, ഒരു കോളേജ് മൊത്തം ഫ്രോഡും തട്ടിപ്പും വെട്ടിപ്പും, അതിൻ്റെ പ്രിൻസിപ്പാളിന് പോലും ഡിഗ്രി ഇല്ലാത്തൊരവസ്ഥയും, അതിലെ ചെയർമാൻ രാജിവെക്കലും, പാർട്ടിക്കാർ മുഴുവനും ഡിഗ്രി എടുത്തത് അവിടെ ആയതുകൊണ്ട് ആ സ്ഥാപനത്തെ ഒരിക്കലും തമസ്കരിക്കാൻ സാധിക്കില്ല. കോൺഗ്രസ്സുകാരുടെയോ BJPക്കാരുടെയോ കീഴിലുള്ള സ്ഥാപനമായിരുന്നെങ്കിൽ കൊന്നു കുഴിച്ചു മൂടി മുകളിൽ പുണ്യാഹം തെളിക്കാമായിരുന്നു. പക്ഷേ ഇത് അവനവൻ്റെ പാർട്ടിക്കാർക്ക് ഡിഗ്രി കൊടുത്തത് മുഴുവനും ആ സ്ഥാപനമാണ്. എല്ലാം വളഞ്ഞ വഴിക്കാണ്.
അതുകൊണ്ട് JNUവിനെതിരെ വേണമെങ്കിൽ JNUവില് പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ വേണമെങ്കിൽ ഞങ്ങൾ ഒച്ചയെടുക്കാം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിക്ക് എതിരെ വേണമെങ്കിൽ ഞങ്ങൾ ഒച്ചയെടുക്കാം. പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാനേജ്മെന്റിനെതിരെ ഞങ്ങൾ ശബ്ദിക്കാം, ആക്രോശിക്കാം, വേണമെങ്കിൽ ചങ്ങല ഉണ്ടാക്കാം, വേണമെങ്കിൽ കൂട്ടയോട്ടം നടത്താം. കാരണം ഇതെല്ലാം ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ളവരല്ല ഭരിക്കുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിലും സ്ഥാപനത്തിലുമുള്ളവരാണെങ്കിൽ ഈ നിയമം ഒന്നും അവർക്ക് ബാധകമല്ല. അപ്പോഴും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാം. 93 വയസ്സായിട്ട് 14 സ്റ്റാഫോടുകൂടി ഒന്നും ചെയ്യാതെ ഒരു മൂലക്കിരിക്കുന്ന വ്യക്തിക്ക് ഗവൺമെന്റ് ചെലവില് വാഹനവും സൗകര്യങ്ങളും തിന്നാനും ഉണ്ണാനും കഴിച്ച ചായയുടെ കപ്പ് കഴുകാൻ ശൂദ്രന്മാരെ സൃഷ്ടിക്കാനും എല്ലാം ഗവൺമെന്റ് പൈസ ചെലവാക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവനകൾ നടത്തിയാൽ അങ്ങേരും ഫ്രണ്ട് പേജിലുണ്ടാവും. അങ്ങനെ അതിവിചിത്രമായിട്ടുള്ള ബുദ്ധിജീവികളുടെയും യുക്തിവാദികളുടെയും സംസ്കാരിക ധ്വംസരുടെയും തമസ്കരിക്കുന്ന വ്യക്തികളുടെയും ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും എല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രയാണത്തോടൊപ്പം നടന്നതാണ് നിവേദിത മേനോന്റെ കാശ്മീരിനെ കുറിച്ചുള്ള പ്രഖ്യാപനവും ഇന്ത്യൻ പട്ടാളക്കാരെ കുറിച്ചുള്ള പ്രഖ്യാപനവും. ഏതായാലും കോടതിയിൽ കോടിക്കണക്കിന് കേസുള്ള സ്ഥിതിക്ക് നിവേദിത മേനോനെതിരെ ഒരു കേസും ആ യൂണിവേഴ്സിറ്റി ഫയൽ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. അറിഞ്ഞുകൂടാ അതിൻ്റെയൊക്കെ പരിണതഫലം എന്തായിരിക്കും. ഇനി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ JNUവിലെ ധാരാളം പേരുണ്ടാവും. ഭാരതത്തിലെ ബുദ്ധിജീവികളും ഇനി ഭാരതത്തിൽ ആരുമില്ലെങ്കിലും കേരളത്തിലെ കുറെ പേരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. പ്രണാമം, നമസ്കാരം.